ദേശീയ രാഷ്ട്രീയം വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നതാണ് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലം. പ്രത്യേകിച്ചും മമതാ ബാനർജിക്കെതിരെയുള്ള പോരാട്ടം. ഇടതു പാർട്ടികളും കോൺഗ്രസും BJPയുമെല്ലാം ഒരുമിച്ചാണ് മമതാ ബാനർജിയെ നേരിടുന്നത്. വളരെ ശക്തിയുക്തമായ പോരാട്ടം നടത്താൻ തന്നെയാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയും ഒപ്പം അമിത്ഷായുമൊക്കെ അടങ്ങുന്ന സംഘം പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ഒരു ദിവസമോ 2 ദിവസമോ അല്ല, എത്താൻ കഴിയുന്ന എല്ലാ കേന്ദ്രങ്ങളിലും ആ സംഘം എത്തി മമതയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം. തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസും CPMും ഒപ്പം BJPയുമെല്ലാം ഒരുമിച്ച് പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു പക്ഷേ അവരുടെ മുന്നോട്ടുള്ള പോക്ക് കഴിഞ്ഞ 10 വർഷമായി അവിടെ നടത്തുന്ന അവരുടെ വികസന പ്രവർത്തനങ്ങൾ, അവരുടെ മുന്നോട്ടുള്ള പോക്ക്, അവരുടെ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ, ഇതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയായിരുന്നു BJP നിരീക്ഷിച്ചിരുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ 152 സീറ്റുകളിലേക്കും രണ്ടാം ഘട്ടത്തിൽ 142 സീറ്റുകളിലേക്കും. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 142 മണ്ഡലങ്ങളിലാണ് മമതാ ബാനർജിക്ക് ഏറ്റവും വലിയ പ്രതീക്ഷകൾ. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം വലിയ തരത്തിലുള്ള വിജയമാണ് അവർ അവിടെ നേടിയത്. അതായത് 123 മണ്ഡലങ്ങളിൽ അവർക്ക് വിജയം വരിക്കാൻ കഴിഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, നന്ദിഗ്രാമിൽ മമതാ ബാനർജി പരാജയപ്പെട്ടെങ്കിലും വീണ്ടും മത്സരരംഗത്തേക്ക് എത്തിയപ്പോഴേക്കും അവർക്ക് ഭവാനിപ്പൂരിലൂടെ മമതാ ബാനർജിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2021 BJPക്ക് ലഭിച്ചത് 77 സീറ്റുകളാണ്. അതായത് പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും മത്സരിച്ച് മമതാ ബാനർജി വിജയിച്ച് മുഖ്യമന്ത്രിയായി. അങ്ങനെ പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ SIRന് ശേഷം ഏകദേശം 60 ലക്ഷത്തിലധികം വോട്ടുകൾ വെട്ടി മാറ്റിയതിനു ശേഷമുള്ള പുതിയ തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതായത് മമതാ ബാനർജി പറയുന്നതും അങ്ങനെ തന്നെയാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 142 മണ്ഡലങ്ങളിൽ മമതാ ബാനർജിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 123 ഇടങ്ങളിൽ വിജയിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒട്ടുമിക്ക സീറ്റുകളിലും പഴയതുപോലെ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന് മമതാ ബാനർജി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് വിജയം തട്ടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് BJPക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ BJP വളരെ ശ്രദ്ധയോടുകൂടിയാണ് അവിടെ കരുക്കൾ നീക്കുന്നത്. ഭയമില്ലാതെ വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വ്യക്തമായി പറയുന്നു. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അർദ്ധസൈനിക വിഭാഗങ്ങൾ കുറച്ച് ദിവസം കൂടി പശ്ചിമ ബംഗാളിലുണ്ടാകും. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ, പ്രശ്നങ്ങൾ ഉണ്ടാകിയാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെ ആ സംഘം അവിടെ തന്നെ ഉണ്ടാകും. അതായത് യാതൊരുവിധ ഭീതിയും കൂടാതെ ആളുകൾക്ക് വോട്ട് ചെയ്ത് അതിനുശേഷം അവരുടെ വീടുകളിൽ സ്വസ്ഥമായി കഴിയുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് BJP ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉറപ്പുകൾക്കപ്പുറം കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിലായി അവർ നടത്തിയിട്ടുള്ള വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിലാണ് കണ്ണ് അതോട്ടായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ചെറിയൊരു അങ്കലാപ്പുള്ളത് SIRലൂടെ നടത്തിയ അല്ലെങ്കിൽ SIR വഴി ഒഴിവാക്കപ്പെട്ട പേരുകൾ. അതിൽ പലരും ഇപ്പോഴും പശ്ചിമ ബംഗാളിലുണ്ടെന്നും മനഃപൂർവ്വം വെട്ടിമാറ്റിയതാണെന്നും അല്ലെങ്കിൽ ഒഴിവാക്കിയതാണെന്നും മമതാ ബാനർജി പറയുന്നു, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നു. അതുകൊണ്ടാണ് ഒരു നേരിയ ആശങ്ക ഉള്ളത്. പക്ഷേ ആ ആശങ്കയ്ക്കപ്പുറം വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ മമതയ്ക്കുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതായത് കോൺഗ്രസും ഇടത് പാർട്ടികളും BJPയും എല്ലാം ഒറ്റക്കെട്ടായി എതിർക്കുമ്പോൾ മമത സധൈര്യം മുന്നോട്ട് പോവുകയാണ്. വലിയ വിശ്വാസത്തിലാണ്. ഒട്ടുമിക്ക സീറ്റുകളിലും വിജയിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ. അതിനുമപ്പുറം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ അവർ മികവ് പുലർത്തിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം മികച്ച പ്രവർത്തനം നടത്തിയ മന്ത്രിമാരെ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് അവർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയതെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. 2021 അല്ലെങ്കിൽ 2021 ലഭിച്ച 77 സീറ്റിനപ്പുറം
കേവല ഭൂരിപക്ഷത്തിലേക്ക് കടക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് BJPക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 152 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ അവിടെ BJPക്ക് മേൽക്കൈയുണ്ടെന്ന് BJP നേതാക്കന്മാർ തന്നെ പറയുന്നത്. അതിലും അവർ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ കള്ളവോട്ടുകൾ അല്ലെങ്കിൽ വോട്ടിരട്ടിപ്പുകളൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കി യഥാർത്ഥ വോട്ടിംഗ് നടന്നതുകൊണ്ട് മാത്രമാണ് 93% പോളിംഗ് എത്തിച്ചേർന്നത്. അതൊരു റെക്കോർഡ് സംഖ്യയായി മാറപ്പെട്ടത് 93% എന്നത്. എന്തായാലും BJP ഈ തവണ പശ്ചിമ ബംഗാളിൽ കടുത്ത മത്സരത്തിന് തയ്യാറായി ഇറങ്ങിയിരിക്കുന്നു. മമതാ ബാനർജിക്കെതിരെ എന്ന് തന്നെ പറയാം. മെയ് 4 വരെ കാത്തിരിക്കണം. എത്ര വിജയമായാലും എത്ര പരാജയമായാലും സധൈര്യം നേരിടാനുള്ള ആത്മശക്തി അല്ലെങ്കിൽ ധൈര്യമുണ്ട് എന്ന് തന്നെയാണ് മമതാ ബാനർജിയും ഒപ്പം നിൽക്കുന്നവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ BJP ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും അതിനെ സധൈര്യം നേരിടാൻ കഴിയും എന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നു. മമതാ ബാനർജിയും പറയുന്നു. CPM ആകട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് പാർട്ടിക്ക് കൃത്യമായ തരത്തിൽ അച്ചടക്കത്തോടുകൂടി ചിട്ടയായ രീതിയിൽ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ യുവജന പ്രസ്ഥാനമായ DYFIക്ക് ഉൾപ്പെടെ വളരുവാൻ അവസരം ലഭിച്ചു. ആ നീക്കം വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷ CPIMനുണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പിന്നോക്കം പോകുമോ അതോ മുന്നോട്ട് പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു കാര്യവും വ്യക്തമായി പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നില്ല. എങ്കിലും ഇത്രയൊക്കെ രാഷ്ട്രീയം പറഞ്ഞിരുന്നാൽ തന്നെയും മത്സരം തൃണമൂൽ കോൺഗ്രസും BJPയും തന്നെ എന്ന് പറഞ്ഞു വയ്ക്കേണ്ടി വരും.